വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞങ്ങൾ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരത്ത് സ്ത്രീകൾ നടത്തുന്നത്. അത് വരുന്ന ആളുകളിൽ വലിയൊരു പ്രക്ഷോഭമായി മാറാൻ പോവുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ വാണിജ്യ ഹാർബറിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഈ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. ആ കരിങ്കുളം പഞ്ചായത്തിലെ അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെ പൂവാർ വരെയുള്ള മത്സ്യഗ്രാമങ്ങളിൽ പണിയെടുക്കുന്ന മീൻപിടുത്ത തൊഴിലാളികൾക്ക് നേരിട്ട് പണിക്ക് പോകുവാൻ പറ്റാത്തൊരു സാഹചര്യം വരാൻ പോകുന്നു. അതുമാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. അവിടെ യഥേഷ്ടം മത്സ്യം ഉണക്കിയും മത്സ്യവിപണനം നടത്തിയും ജീവിക്കുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ പണി പോകാൻ പോകുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. അത്തരം പണി നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് ബദൽ തൊഴിൽ നൽകണം. ന്യായമായ അവകാശമാണ്. രണ്ടാമത് ഞങ്ങളെന്താ പറയുന്നത്, മീൻ പിടിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അപ്പം ഇപ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വാണിജ്യ ഹാർബറിനെതിരെ നേരത്തെ വലിയ ശക്തമായ സമരം നടത്തിയവരാണ്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ, വികസനത്തിൻ്റെ പേരിൽ നിന്ന് ഞങ്ങളെതിരല്ല, പക്ഷേ ഞങ്ങൾക്ക് മീൻ പിടിക്കുവാനുള്ള വഴിയൊരുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു വാണിജ്യ ഹാർബർ നിർമ്മിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അതാത് ഗ്രാമങ്ങളിൽ നിന്നും പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സൈഡിലൂടെ എവിടെയെങ്കിലും പാത സൃഷ്ടിച്ചുകൊണ്ട് മീൻ പിടിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തെ നിലനിർത്തണം. അതൊരു വലിയ ഡിമാൻഡ് ആണ് ഞങ്ങൾ പറയുന്നത്. ഇത് വലിയ ഈ നവംബർ 5 ലോക വനിതാ മത്സ്യത്തൊഴിലാളി ദിനത്തിൽ ഇത്തരം അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടത്തിൽ എക്കാലത്തും ഞങ്ങളുടെ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാധ്യമ പിന്തുണ വളരെ കിട്ടിയ ഒരു സംഘടനയാണ് ഞങ്ങൾ. പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ജീവൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയപ്പോഴും ട്രോളിംഗ് സമരത്തിനും വലിയ പിന്തുണ നൽകിയ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ടാകണം. ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ ആശങ്കകൾ മറ്റു ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള മാധ്യമ സൃഷ്ടികൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റ് സിസ്റ്റർ മേഴ്സി മാത്യു, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവുമാണ്. ലിമ സുനിൽ, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ കമ്മിറ്റി അംഗവും തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവുമാണ്. ഗീത ബിജു, തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം. മെറീന ലോറൻസ്, തീരദേശ മഹിളാവേദിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം. ആൻഡോ എലിയാസ്, കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും. സുഹൃത്തുക്കളെ, 2024 WFFയുടെ ജനറൽ അസംബ്ലിയുടെ തീരുമാനമനുസരിച്ച് ലോകമെമ്പാടും നവംബർ 5-ാം തീയതി അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളി വനിതാ ദിനം ആചരിക്കുകയാണ്. WFFയുടെ ബ്രസീലിൽ നടന്ന 8ാമത്തെ ജനറൽ അസംബ്ലിയിലാണ് ഈ തീരുമാനമുണ്ടായത്. മത്സ്യത്തൊഴിലാളികളെ അംഗീകരിക്കുവാനും ആചരിക്കുവാനും ആഘോഷിക്കുവാനുമാണ് ഈ ദിനം. കഴിഞ്ഞ 2024 നവംബർ 5-ാം തീയതി ബ്രസീലിൽ വച്ച് ഈ തീരുമാനം എടുക്കുകയുണ്ടായി. വിശദമായി സംസാരിക്കുന്നതിലേക്കായി സിസ്റ്റർ മേഴ്സി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.